ഹലോ ഗൈസ്, നെയിംലെസ് മല്ലിക്കുന്ന ഒരു കൊച്ചു ചാനലിലേക്ക് എൻ്റെ എല്ലാവിധ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് നല്ലോണം അറിയാം. എന്നാലും ഞാൻ ഇത് ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫാബ് എന്ന് പറയുന്ന ബാങ്കിൻ്റെ പുതുതായിട്ട് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള ഒരു എന്താ പറയുക ഇൻഫർമേഷനായിട്ട് ഇങ്ങനെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എന്തായാലും ഞാൻ ബാങ്ക് വരെ പോകുന്നു, ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ പിന്നെ അതൊരു വീഡിയോ ആക്കിയാൽ എന്ത് എന്ന് തോന്നി. പിന്നെ നാട്ടിലുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഇവിടുത്തെ ബാങ്ക് എങ്ങനെയാണ്, അവിടുത്തെ ബിൽഡിങ്സ് ഇതൊക്കെ അവർക്ക് കാണാമല്ലോ. അതും കൂടെ ഒക്കെ എല്ലാം വെച്ചിട്ട് ചുമ്മാ ഒരു എന്താ പറയുക ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്നുള്ള രീതിയിലൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ഇനേബിൾ ആക്കുക, അത് ഓളാക്കി ഇടുക. പിന്നെ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, സത്യം പറഞ്ഞാൽ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്രയും തണലായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. ബാക്കി എല്ലായിടത്തും നല്ല രീതിയിൽ വെയിലും കാര്യങ്ങളും ഉണ്ട്. വെയിലത്ത് ഈ ജാക്കറ്റ് ഇട്ട് പോകുന്ന എൻ്റെ ഒരു അവസ്ഥ ഭയങ്കര ദയനീയാവസ്ഥയാണ്. ബട്ട് എന്നാൽ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ നല്ലൊരു ഇടം കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് കടകളുണ്ട്. വീട്ടിലൊരു വണ്ടി ഇരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കവർ ചെയ്ത് ഈ റോഡ് കയറി വരുമ്പോഴത്തേക്കും ഈ ഫാബിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ATM കാര്യങ്ങളും വരുന്നത്. പലർക്കും അബദ്ധം പറ്റും, നേരെ അകത്തോട്ട് പോകേണ്ട കാര്യമില്ല. നമുക്ക് ഈ സൈഡിൽ കൂടെ പോയാൽ നമുക്ക് ATM കിട്ടും. ഓക്കെ, അപ്പം ബാക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ATM ഉണ്ട് കേട്ടോ. ആരുമില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ് ഇവിടുത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ പഴയ കണക്ക് നമുക്ക് അക്കൗണ്ട് നമ്പർ അടിക്കണമെന്നൊന്നുമില്ല കേട്ടോ. ചിലപ്പം മറ്റ് ATMലൊക്കെ എനിക്ക് അക്കൗണ്ട് നമ്പർ അടിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട്. ഇതിൽ ഓപ്ഷൻ ഉണ്ട്, പക്ഷേ കാർഡ് ഇട്ടാലും മതി. ചിലപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടായിരിക്കുമില്ലെന്ന് അറിയത്തില്ല. എന്തായാലും ഫാബിൽ എനിക്ക് ഇങ്ങനെ ഒരു വിഷയമില്ല. പിന്നെ ഒരൊറ്റ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാസവും 25 രൂപ വെച്ച് കട്ടായിക്കൊണ്ടിരിക്കും. കാരണം ഒരു 3000 രൂപ നമ്മൾ എപ്പോഴും അതിൽ കീപ്പ് ചെയ്തിരിക്കണം. അതില്ലാന്നുണ്ടെങ്കിൽ സർവീസ് ചാർജസ് പിടിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊരു വിഷയമാണ്. ഓക്കെ, 25 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ദിർഹമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? 25 രൂപ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സംസാരം വെച്ചിട്ട് അങ്ങ് പറഞ്ഞു പോകുന്നത്. ഇവിടെ നല്ല രസമുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ ആ ഒരു ഇതിൽ വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പം ATMൽ 0 ബാലൻസ് അക്കൗണ്ട് വെച്ചാണ് പലരും ഇവിടെ ATM അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്തു, നൈസിന് ഇതിപ്പോൾ 25 രൂപ വെച്ചിട്ട് പലരും കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വല്ലാത്തൊരു വിഷയമാണ്. ഞാനും മറ്റു ബാങ്കുകൾ നോക്കുന്നുണ്ട്. ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്ക് സർവീസ് ചാർജസ് ഒന്നും എടുക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ ചെയ്യണം, ഏത് രീതി ചെയ്യണം നോക്കിക്കൊണ്ടിരിക്കുക. അവർക്ക് ഫാബുമായിട്ട് ചെറിയൊരു കണക്ഷനുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈസ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനും അതേപോലെ തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് ചോദിക്കണം. എന്തായാലും ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പൈസ എന്തെങ്കിലും നമ്മൾ ആ ബാങ്കിലോട്ട് നമുക്ക് ആ ബാങ്കിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. കാരണം ആ ബാങ്കിന് സ്വന്തമായിട്ടൊരു ബാങ്കോ എന്ന് വെച്ചാൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള മെഷീനോ അല്ലെങ്കിൽ ATMോ അങ്ങനെ ഒന്നുമില്ല, നിലവിലില്ല. ഇനി വരേ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായി കിട്ടി ഞാൻ ആ ATM വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് 0 ബാലൻസ് അക്കൗണ്ടിൽ നമുക്ക് സർവീസ് ചാർജസ് ഒന്നും ഇല്ലാതെ ഒരു അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യുമ്പോൾ നല്ല ഷൈ ഉണ്ട്. ഭയങ്കര നാണക്കേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ കാണും. ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴും ഞാൻ റൈറ്റും ലെഫ്റ്റും ഒക്കെ നോക്കുന്നുണ്ട്. കാര്യം ആരെങ്കിലും നോക്കുന്നുണ്ടോ, ഞാൻ ഈ കൈ ഇങ്ങനെ പൊക്കി പിടിച്ചല്ലേ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരൊക്കെ നോക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു അതുണ്ടല്ലോ. അത് സത്യം പറഞ്ഞാൽ നമ്മളുടെ
പ്യുവറായിട്ടുള്ള ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ശൈലി സത്യം പറഞ്ഞാൽ എനിക്ക് നഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് എന്നുവെച്ചാൽ ഇപ്പം ഞാൻ ഈ വീഡിയോ സംസാരിക്കുന്ന ശരിക്കും ഞാനല്ല, ആ അവസ്ഥയാണ് ഞാൻ ഉള്ളത്. അപ്പം അതാണ് ഇതിൻ്റെ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതൊരു വല്ലാത്തൊരവസ്ഥയാണ്.